أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട വന്യരായ നമ്മുടെ എല്ലാവരുടെയും വന്യരായ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട അധ്യക്ഷർ സയ്യിദ് അവർകളെ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, ഇസ്ലാമിക് സെൻറ്ററിൻ്റെ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, സർവോപരി വൈകുന്നേരം വരെ തൊഴിലെടുത്ത് ഈ ഒരു പരിപാടി ധന്യമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന സഹോദര സഹോദരിമാരെ, അള്ളാഹു ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, സമയമൊക്കെ താമസിച്ച ഒരു ഘട്ടമായതുകൊണ്ട് ഞാൻ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം റബ്ബിൻ്റെ സഹായത്താൽ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കും. ഒരിക്കലും നിങ്ങളെ നീട്ടി ബുദ്ധിമുട്ടാക്കുകയില്ല എന്ന് വളരെ താഴ്മയോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാനിത് വായിച്ചു തുടങ്ങുന്നത് ഞാൻ എൻ്റെ ചില വിചാരങ്ങൾ, ഇതോടനുബന്ധിച്ച ചില വിചാരപ്പെടലുകൾ നടത്തുകയാണ്. ഞാൻ ഈ വിഷയം വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഈ ലോകത്ത് ഇക്കാണുന്നതെല്ലാം ആയിരക്കണക്കായ കൊല്ലങ്ങളായി ഉണ്ടായതും ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യനിർമ്മിതമെന്ന് നാം വിചാരിച്ച് ഇവിടെ ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ എല്ലാം അള്ളാഹുവിൻ്റെ അതിമഹത്തായ സൃഷ്ടിയും അനുഗ്രഹവുമാണ് എന്ന് നാം ചിന്തിക്കണം. അതെല്ലാം നന്മക്ക് വേണ്ടിയാണ്. അതിൽ ആധുനികമായാലും പൗരാണികമായാലും എന്താണെങ്കിലും അടിസ്ഥാനപരമായി അതിൻ്റെ കണ്ടന്റുകൾ നന്മക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാണ്. പിന്നെ അതിനെ വികലമാക്കിയത്, മലീമസമാക്കിയത് അപക്വമായ മനുഷ്യ മനസ്സാണ്. അല്ലാതെ ഒരിക്കലും അത് TV ആയാലും റേഡിയോ ആയാലും ഇനി പുതിയ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ നൂതന ശൈലിയാണെങ്കിലും എന്താണെങ്കിലും ഇസ്ലാഹ് അല്ലാത്ത ഒരു കാര്യവും റബ്ബ് ചെയ്യുകയില്ല. എന്തിന്? മൽഊനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഈ ഇബ്ലീസിൻ്റെ നിലനിൽപ്പ് പോലും ഒരു നിലക്ക് പ്രപഞ്ചഘടനയുടെ ഒരു നന്മയുടെ ഭാഗമാണ്. ഇബ്ലീസിന് അതെങ്ങനെ ഭവിക്കുന്നു എന്നതല്ല, നന്മ തിന്മകൾക്കിടയുള്ള സമരമാണ് സത്യത്തിൽ മനുഷ്യൻ്റെ വിജയത്തിൻ്റെ നിദാനം. ഈ സമരം ഇവിടെ കൃത്യമായി നടക്കണം. എന്നിട്ട് മനുഷ്യൻ നന്മയുടെ പക്ഷത്ത് നിൽക്കണം. ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾക്ക് പിഴച്ചു പോകരുത്. ഞാൻ ഇബ്ലീസ് നല്ല ആളാണെന്നോ ഇബ്ലീസ് നിലനിൽക്കട്ടെ എന്നോ പറയല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത്. പകരം അത് ചിന്തിക്കണം. ഇബ്ലീസ് എന്നൊരാൾ ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗമില്ല. ഒരു നിലക്ക് അയാൾ നമുക്ക് വലിയ അനുഗ്രഹം ചെയ്യുന്നുണ്ട്. അയാൾ വഴി. എന്തുകൊണ്ട്? ഇബ്ലീസിന്റെ സ്വാധീനം ലഭിക്കാത്തവർക്ക് സ്വർഗമില്ല, നരകവുമില്ല. മലക്കുകൾ, അവർക്ക് ഇബ്ലീസിന്റെ സ്വാധീനം ഒരിക്കലും ഉണ്ടാവില്ല. അവർ സ്വർഗം അനുഭവിക്കുന്നവരോ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരോ അല്ല.
മലക്കുകൾ സ്വർഗത്തിലും വരും നരകത്തിലും വരും, രണ്ടിടത്തും അവർ കേവലം ഖാദിമീങ്ങൾ മാത്രമാണ്. എന്നാൽ മനുഷ്യരും ജിന്നുകളും അങ്ങനെയല്ല. ഇവർ ഇബ്ലീസിന്റെ ദുഷ്പ്രേരണയിൽ പെട്ടുപോകും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇവിടെ സത്യത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നവനാണ് വിജയം. ഇത് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. വെളിച്ചത്തിന്റെ മനോഹാരിത അതിനു മുമ്പോ ശേഷമോ ഇരുട്ടുണ്ട് എന്നതാണ്. താഴ്ചയുടെ താഴ്ഭാഗം നമുക്ക് നൽകുന്ന ആശ്വാസം നാം കിടച്ച് കുന്നുകയറി എന്നതുകൊണ്ടാണ്. പ്രഭാതം നമ്മിൽ സന്തോഷമുളവാക്കുന്നത് നാം ഇരുട്ടിൻ്റെ മഹാഗഹ്വരങ്ങളിലൂടെ രാത്രിയുടെ യാമങ്ങളിൽ കഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഏതൊരു കാര്യം നമ്മൾ ആലോചിച്ചാലും അവിടെയെല്ലാം രണ്ടു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകട്ടെ എല്ലാം സൃഷ്ടിച്ചത് നന്മക്ക് വേണ്ടിയാണ്. ഇത് ഗൗരവമായി ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മനുഷ്യ മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ് പ്രബോധകന്മാരുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം. അത്രയേ ഉള്ളൂ. അതെപ്പോൾ പാകപ്പെട്ടില്ലയോ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, TV-യുടെ വന്ന സമയത്ത് അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു. ശരിയാണ്. പക്ഷേ ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പ്രബോധകന്മാർ അപക്വരായ മനുഷ്യരെ കുറിച്ചുള്ള ബോധം അവരിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അവർ വേണ്ടതുപോലെ അത് കൈകാര്യം ചെയ്യൂല. വേണ്ടത്ര അവരിൽ കാര്യമേൽപ്പിക്കാൻ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവിടെ പ്രബോധകന്മാർ വേപതു കൊള്ളും. എന്തുകൊണ്ട്? പുതിയ പുതിയ ടെക്നോളജികൾ കൂടുതൽ കൂടുതൽ മനുഷ്യരെ നാശത്തിലെത്തിക്കും. നമ്മൾ ചിന്തിക്കണം. മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച അതേ സാഹിത്യം കൊണ്ടാണ് മുത്ത് റസൂൽ മനുഷ്യനെ നന്നാക്കിയത്. പുണ്യ റസൂൽ രണ്ട് ഒറ്റ ഒന്നാണ്. മുത്ത് മുഹമ്മദ്. അവിടെ നിന്ന് തന്നെ ഞാനിത് വായിക്കാണ്. മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ കഅബാലയത്തിൽ അശ്ലീല ചുവയുള്ള ചുവ എന്ന് പറയണ്ട, തന്നെ അശ്ലീലം. إذا ما بكى من خلفها انصرفت له بشق وتحته شقها لم تحول. ഞാനതിൻ്റെ അർത്ഥമൊന്നും ഇവിടെ പറയുന്നില്ല, പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മാത്രമല്ല, അതിൻ്റെ മോൾ ഭാഗത്ത് കുറച്ച് സഹോദരിമാരും ഉണ്ട് എന്നതുകൊണ്ട് എനിക്കതിൻ്റെ അർത്ഥം പറയാൻ പറ്റില്ല. അത്രയും ഇത് കഅബാലയത്തിൽ കെട്ടിത്തൂക്കിയിരുന്നു മുത്തുനബി വരുമ്പോൾ. എന്താണിത്? സാഹിത്യം. എന്നാൽ സാഹിത്യം പോലെ അനർഘമായ ഒന്നുമില്ലല്ലോ. റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അല്ലമഹുൽ ബയാൻ. സാഹിത്യം പഠിപ്പിച്ചത് അല്ലാഹുവാണ്. അതിനെ മലിനപ്പെടുത്തിയത് വികലമായ മനുഷ്യ മനസ്സാണ്. അപ്പോൾ അതിനെ പാകപ്പെടുത്തുക എന്നതാണ് ധർമ്മിയുടെ ഉത്തരവാദിത്വം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം. വൃത്തികേട് എന്ന് പറഞ്ഞാൽ തനി വൃത്തികേട്. അതിൻ്റെ അർത്ഥം പോലും പറഞ്ഞാൽ നിങ്ങൾ കണ്ണും മൂക്കും പൊട്ടിപ്പോവും. അത്രയും മോശപ്പെട്ട കവിതകൾ കഅബാലയത്തിൽ കെട്ടിത്തൂക്കിയിരുന്ന കാലഘട്ടത്ത് മുത്തുനബി വന്ന്. എന്നിട്ട് അവരൊന്നും അടിച്ച് നന്നാക്കല്ല മുത്തുനബി ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയും അടിച്ചിട്ടില്ല, ആരെയും ഉപദ്രവിച്ചിട്ടില്ല. വമാ ബുഇസ്തു ലഅനൻ. മനുഷ്യനെ ശപിക്കാൻ വേണ്ടിയൊന്നും അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടില്ല എന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും ചെയ്തില്ല, ആരെയും ആക്ഷേപിച്ചതുമില്ല, ഒന്നുമില്ല. പിന്നെ നബി എന്ത് ചെയ്ത്? നബി ആരോഗ്യകരമായ സാഹിത്യത്തിലൂടെ മനുഷ്യൻ്റെ മേൽ നന്മയുടെ വാതിലാണ് തുറന്നു വെച്ചു. മനുഷ്യനൊരു സ്വഭാവമുണ്ട്. മനുഷ്യൻ എന്നും കൗതുകത്തിൻ്റെ പിന്നാലെയാണ്. ഇങ്ങോട്ട് തന്നെ നോക്കണം, ഞാൻ നീട്ടിയൊന്നും പറയൂല. അത് മനുഷ്യൻ്റെ അടിത്തറയാണ്. മനുഷ്യൻ എന്നും കൗതുകത്തിൻ്റെ പിന്നാലെയാണ്.
അത് നന്മയുടെ കൗതുകത്തെ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ വരും. തിന്മയുടെ കൗതുകത്തെ സ്ഥാപിച്ചാലോ അതിൻ്റെ പിന്നാലെ പോവും. ഒറ്റ സമൂഹമാണ് സയ്യിദുന മൂസ. കടൽ കടന്നു പോകുമ്പോൾ മൂസാ നബിയോടുകൂടെ 16 ലക്ഷം ഉണ്ടെന്ന് ബൈബിളിൽ പഴയ നിയമത്തിലുണ്ട്. ഖുർആൻ അങ്ങനെ പൊതുവെ കണക്ക് പറയുന്ന ഒരു ഗ്രന്ഥമല്ല. എങ്കിലും ചില തഫ്സീറുകളൊക്കെ അത് ശരിവെക്കുന്നുമുണ്ട്. 16 ലക്ഷം ഇസ്രായേലിയർ ഉണ്ടത്രേ സയ്യിദുന മൂസ അലൈഹിസ്സലാം. അവർ മൂസയുടെ കൂടെ യാത്ര ചെയ്യാം. മൂസയെ അവർക്ക് പേടിയാ അലൈഹിസ്സലാം. സയ്യിദുന മൂസ എന്തൊക്കെയായാലും മൂസാ നബിയുടെ കൽപ്പനക്ക് വഴിപ്പെട്ട് അവരങ്ങനെ പോവുക. മൂസ അവർക്ക് മുന്നിൽ കൗതുകമാണ്. സയ്യിദുന മൂസ കൗതുകം തന്നെയല്ലേ. فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى. വടിയിട്ടാൽ പാമ്പാവും, വടി താഴെയിട്ടാൽ ചിലപ്പോൾ ചെറിയ പാമ്പാകും, ചിലപ്പോൾ മൂർഖം പാമ്പാവും. ഖുർആനിൽ ഈ വടിയെ ഹയ്യത്തുൻ തസ്ആ എന്ന് പറയുന്നുണ്ട്, സുഅ്ബാനും മുബീൻ എന്ന് പറയുന്നുണ്ട്. ഹയ്യത്തുൻ തസ്ആ എന്നാൽ ഓടുന്ന പാമ്പ്. ഒരു നിലക്ക് ഹയ്യത്ത് എന്ന നീർക്കോലിക്ക് പറയും. എന്നാൽ സുഅ്ബാനും മുബീൻ മൂർഖം പാമ്പ് അങ്ങനെയുണ്ട്. എന്തേ? അത് ആവശ്യത്തിനനുസരിച്ച് കോലം മാറും. അനുവാചകനനുസരിച്ചാണ് ഇവിടെ നന്മയുടെ മാധ്യമം ഉണ്ടാകേണ്ടത്. ആവശ്യക്കാരനനുസരിച്ചാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസ ഈ കൗതുകത്തിന്റെ പിന്നിൽ അവർ പിടിച്ചു നിൽക്കാം. അങ്ങനെ ഒരു നാൾ സയ്യിദുനാ മൂസ തുവാ മല കയറിപ്പോയി തൗറാത്ത് കൊണ്ടുവരാൻ. സമുദ്രനിരപ്പിൽ നിന്ന് 7539 അടി ഉയരെയാണ് തുവാ പർവ്വതത്തിന്റെ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. അതിന്റെ മുകളിൽ കയറിയപ്പോൾ അള്ളാഹു സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവിടെ ഇരുന്ന് വീണ്ടും ഇഅ്തികാഫിരുന്ന് ആരാധിക്കാൻ 10 ദിനരാത്രങ്ങൾ ആരാധിക്കാൻ കൽപ്പിച്ചു അത്രേ. അത് നേരത്തെ വിചാരിച്ചതിന് അപ്പുറമായിരുന്നു. ഏതായാലും പെട്ടെന്ന് തിരിച്ചു വരാൻ പോയ സയ്യിദുനാ മൂസ ദിവസങ്ങൾ ആഴ്ചയിലേറെ കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല. അപ്പോൾ അവിടെ ഒരു രണ്ടാം ഡ്യൂപ്ലിക്കേറ്റ് മൂസ ഉണ്ടായിരുന്നു. എല്ലാ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിട്ടുണ്ട്. രണ്ടാളുടെ പേര് മൂസായാണ്. ഒന്ന് മൂസ ബിൻ ഇമ്രാൻ, ഒന്ന് മൂസ സാമിരി. രണ്ടും മൂസയാണ്. ഒന്ന് മൂസ സാമിരി. മൂസ സാമിരി എന്ത് ചെയ്തു? അയാൾക്ക് ചില ജാദു അറിയാമായിരുന്നു. ജാദു എല്ലാ കാലത്തും മനുഷ്യർക്കറിയും. എൻ്റെ നാട്ടിലെ മുതുകാടാണ്, ഗോപിനാഥ് മുതുകാടാണ് ഇപ്പോൾ കേരളത്തിൽ ജാദു കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു വികൃതിക്കാരൻ. അപ്പോൾ ഈ ജാദു കാണിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഈ മൂസ സാമിരിക്ക്. അയാൾ ജനങ്ങളോട് പറഞ്ഞു, നമ്മുടെ കൗതുകവും നമ്മുടെ അഭിമാനവുമായ മൂസയെ മൃഗങ്ങൾ പിടിച്ചു തിന്നിട്ടുണ്ടാവും, ഇനി മൂസ വരൂല്ല, നമുക്കാകട്ടെ ഇനി ആരാ ഉള്ളത്? ഒരു ഉപായമുണ്ട്, നിങ്ങൾ സ്വർണം കൊണ്ടുവന്നാൽ ഞാൻ ദൈവത്തെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേലി ജനത സ്വർണം അവർക്ക് അയാൾക്ക് മുന്നിൽ നേർച്ചയായി സമർപ്പിച്ചു. അയാൾ എന്ത് ചെയ്ത്? സ്വർണം കൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി. ഇയാൾക്കൊരു ചെറിയ ചെപ്പടി വിദ്യ അറിയാമായിരുന്നു. ചില പ്രത്യേകതരം മണ്ണ് അയാൾ, ചില ജാലവിദ്യകൾ കാണിച്ച മണ്ണും മറ്റും അയാൾ ഈ പശുവിഗ്രഹത്തിന്റെ ഉള്ളിൽ ആക്കി. ഈ പശുവിനെ ആളുകൾ ഇങ്ങനെ ത്വാഫ് ചെയ്യും, ആവശ്യങ്ങൾ പറയും. പെട്ടെന്ന് കാറ്റ് വന്നാൽ ഈ പശു വായും തുറന്നിങ്ങനെ പിടിച്ചിരിക്കുന്ന ഈ പശുവിൻ്റെ ഈ വിഗ്രഹം കാറ്റുള്ളിൽ കയറിയാൽ ഇയാളുടെ പ്രത്യേകമായ ഒരു ജാതുവും അതിലുണ്ടായിരിക്കും എന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നു. കേ എന്നൊരു ശബ്ദം ഇങ്ങനെ പ്രത്യേകമായി പുറത്തു വിടും. അപ്പോൾ സാമിരി പറയും, ഓഹോ, ഇപ്പോൾ തവാഫ് ചെയ്തവരുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം കേട്ടു, അവർ മാറട്ടെ, ഇനി അടുത്തൊരു കൂട്ടർ തവാഫ് ചെയ്യണം. ഇങ്ങനെ അപ്പോൾ ജനങ്ങൾ ആ കൗതുകത്തിന് അങ്ങോട്ട് വഴിപ്പെട്ടു. ആര് നേരത്തെ കടൽ കടത്തിക്കൊണ്ടുപോയ മൂസായുടെ കൂടെയുള്ള ജനത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുതിയ ഒരു കൗതുകത്തിന് പിന്നിലായി. മനുഷ്യർ ഇങ്ങോട്ട് നോക്ക്, മനുഷ്യർ എന്നും പൊതുജനം കൗതുകത്തിന്റെ അടിമകളാണ്. എന്നും അവർക്കിടയിൽ നന്മയുടെ കൗതുകം വന്നാൽ അവർ നന്മയുടെ പക്ഷത്ത് നിൽക്കും. മുഹമ്മദ്
ഈ കൗതുകത്തെ കൊണ്ടുപോയി നന്മയുടെ മാനദണ്ഡങ്ങളെ കാണിച്ച് നന്മയിൽ സ്ഥാപിക്കാൻ ചില വലിയ യുഗപുരുഷന്മാർക്ക് കഴിയും. അവർ യഥാർത്ഥ നന്മയും ധർമ്മവും ഉൾക്കൊള്ളും. അസ്ഹാബ് മുഹമ്മദ്, ചിന്തിക്ക്, അസ്ഹാബ് മുഹമ്മദ്. വളരെ മനുഷ്യർക്ക് എന്നും വേണ്ടത് കൗതുകമാണ്. എന്നും ഫിർഔന്റെ കൗതുകത്തിൽപ്പെട്ട ജനത പിന്നെ മൂസായുടെ കൗതുകത്തിൽപ്പെട്ടു. മൂസായുടെ കൗതുകത്തിൽപ്പെട്ട ജനത പിന്നെ സാമരിയുടെ കൗതുകത്തിൽപ്പെട്ടു. അല്ല, ഇപ്പുറത്തെ കാറൂന്റെ കൗതുകത്തിലും പെട്ടു. കാറൂന്റെ കൗതുകവും മൂസായുടെ കൗതുകവും നോക്കിയപ്പോൾ ഒന്നുകൂടെ നല്ലത് കാറൂന്റെ കൗതുകമായതുകൊണ്ട് കാറൂന്റെ കൂടെ കൂടി. അതിനെ ഖുർആൻ കൊണ്ടുവന്ന രീതി നിങ്ങൾ കണ്ടോ? فخرج على زينته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فخرج على قومه في زينته. قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم. فخرج على قومه في زينته. വളരെ പെർഫെക്റ്റ് ആയ ഒരു പ്രയോഗമാണ്. ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതി. ലക്ഷോപലക്ഷം ഇസ്രായേലികൾക്കിടയിലേക്ക് പ്രഭുകുമാരൻ എല്ലാവിധ അലങ്കാരവും അണിഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു. ഖാലല്ലദീന യുരീദുനൽ ഹയാത്തദ് ദുനിയ. ഭൗതിക പ്രവർത്തകർ പറഞ്ഞു, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഖാറൂനെ പോലെ ഞങ്ങൾക്കും ലഭിച്ചിരുന്നുവെങ്കിൽ. അത് കൗതുകമാണ്. പിന്നെ ഉണ്ടായതെന്താ? അടുത്ത ആയത്ത്. നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? ഇനി അടുത്തായത്, ഇനി താഴായത്. കേട്ടോ, ഇപ്പോൾ കൗതുകം അട്ടിമറിയും. ഇപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് കൗതുകം അട്ടിമറിച്ച് കാണിച്ചു തരാം. فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين وأصبح الذين تمنوا مكانه بالأمس يقولون وكأن الله يبسط الرزق لمن يشاء من عباده ويقدر لولا أن من الله علينا لخسف بنا وكأنه لا يفلح الكافرون. ഒരു നാൾ ജനങ്ങളെ ഇത്രയേറെ ആകർഷിച്ച ഖാറൂൻ ഫഖസഫ്നാ ബിഹി വബിദാരിഹി, അവനെയും അവന്റെ കൊട്ടാരത്തെയും നാം ഭൂമിയിലാഴ്ത്തി. പിന്നെന്താ പറഞ്ഞത്? فما كان له من فئة ينصرونه وما كان من دون الله وما كان من المنتصرين فأصبح الذين تمنوا مكانه بالأمس. ഇന്നലെ വരെ അവന്റെ കൗതുകം കണ്ട് ഭൗതിക പ്രമത്തരായ ജനത ഇന്ന് പ്രഭാതത്തിൽ പറയാൻ തുടങ്ങി, അല്ലാഹു അനുഗ്രഹങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുത്തോട്ടെ, കൊടുക്കേണ്ടവർക്ക് എടുത്തോട്ടെ, നമുക്ക് വേണ്ട, നമുക്ക് ഏതായാലും ഖാറൂനെ പോയല്ല നമ്മളാക്കിയില്ലല്ലോ, അത് മതി. എന്തുകൊണ്ട്? തലേ രാത്രി ഉണ്ടായ ഭൂമി കുലുക്കമാണ് ഇപ്പോൾ അവരുടെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ പറ. എന്നും മനുഷ്യൻ കൗതുകത്തിൻ്റെ ആളുകളാണ്. എന്നും ഉറപ്പ്. മനുഷ്യർക്ക് ഭാഷയുടെ രീതി മാറും, കുപ്പായം മാറും, കോട്ട് മാറും, ചെരുപ്പ് മാറും, മനസ്സ് മാറില്ല. അതെന്നും ഒന്നാണ്. പക്ഷേ അതിനിടയിൽ ഒരു വിഷയം ഉണ്ടാവും. ചില വലിയ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യും? മനുഷ്യരെ നന്മയുടെ ഭാഗത്തേക്ക് ഒട്ടിക്കും. അപ്പോൾ അവർക്ക് കൗതുകത്തിനപ്പുറം അവർ യഥാർത്ഥത്തിലേക്ക് കയറും. അത് വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ഉറപ്പ്.
ഉറപ്പ് അത്രയുണ്ടാവും. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. നമ്മുടെ ബാഖവി ഇവിടെ രണ്ടാമത് ഒരു സൂറത്ത് ഓതിയല്ലോ, ആ സൂറത്ത് തന്നെ പറയാ. നമ്മുടെ ബാഖവി മനോഹരമായി ഓതി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനും അദ്ദേഹത്തിനും നല്ല കരുത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. മനസ്സ് തുറന്ന് പറയേ, അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. നന്മ ചെയ്യുന്ന ആളുകൾക്ക്, തൗഫീഖുള്ളവർക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അള്ളാഹു അവർക്ക് തൗഫീഖ് അധികരിച്ചു കൊടുക്കട്ടെ. അതൊക്കെ എന്നും കേൾക്കാൻ നമുക്കും നമ്മുടെ പിൻഗാമികൾക്കും അള്ളാഹു നല്ല അവസരങ്ങളെ തരട്ടെ. നോക്കൂ നിങ്ങൾ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അവിടെ നിർത്ത്. കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത് കൂടി കണ്ടാൽ നിങ്ങളുടെ ദൗത്യം പൂർത്തിയായി. കൂട്ടം കൂട്ടമായി ആളുകൾ വരുന്നു എന്ന് പറയുന്നത് ഹിജ്റ 9-ാം വർഷമാണ്. 9-ാം വർഷത്തിന് ആമുൽ വുഫൂദ് എന്ന് പറയും. എന്തുകൊണ്ട്? നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? എൻ്റെ കൂടെ അല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? അതിന് കാരണമുണ്ട്. കാരണമുണ്ട്. മക്കക്കാർ ഏകദേശം ഹിജാസിലും പരിസരത്തുള്ളവർക്ക് 1-ാം ഘട്ടത്തിൽ പിടുത്തം കിട്ടിയില്ല. മക്കയിലുള്ളവരും മക്കൾക്ക് പുറത്തുള്ളവരും തമ്മിലാണ് സമരമെങ്കിൽ അവർ മക്കക്കാരുടെ കൂടെ നിൽക്കും എന്ന് അബ്രഹത്തിന്റെ കാലത്ത് പഠിച്ചിട്ടുണ്ട്. കാരണം മക്കക്കാരോട് എതിരിട്ടാൽ മക്കക്കാരെ ജയിക്കൂ എന്ന് നേരത്തെ അബ്രഹത്തിന്റെ കാലത്തെ പ്രശ്നം അവരെ ഇങ്ങോട്ട് നോക്ക് അതൊക്കെ നിങ്ങളെ നാട്ടിലെ ആളുകളാണ്. നിങ്ങൾ കൗതുകപ്പെട്ട ജീവിയെ കാണുകയാണെങ്കിലും ഇന്നെ നോക്ക വേണ്ട. അല്ല, ഞാൻ ഇവിടെ വന്നിട്ട് എത്ര കാലമായി. ഇങ്ങോട്ട് മക്കക്കാരും മക്കൾക്ക് പുറത്തുള്ള ആളുകളുമാണ് സമരമെങ്കിൽ ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കും? അതൊരു കൗതുകത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക. അതൊരു കൗതുകമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം 2 മക്കക്കാർ തമ്മിലാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഗോത്രവും ഖുറൈശികൾ, അതും നബിയും ഖുറൈശികളുടെ ഭാഗമാണ് മുത്ത റസൂൽ. അപ്പോൾ മക്കക്കാർ തമ്മിലാണ് കിടമത്സരം. ഏകദേശ ജനമെല്ലാം മിണ്ടാതെ നിന്നു. ഏതു വർഷം വരെ? ഹിജ്റ 8 വരെ. 8-ൽ മുഹമ്മദ് നബി മക്കയെ പിടിച്ചടക്കിയപ്പോൾ ഏകദേശം ജനം നേരെ നോക്കി നിൽക്കുന്നവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. യഥാർത്ഥം മുഹമ്മദിന്റെ കൂടെയാണ്. 9-ാം വർഷം ആമുൽ വുഫൂദാണ്. ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടു. മനസ്സിലായില്ലേ? അതുവരെ ഖുറൈശികൾക്ക് ഒത്താശ ചെയ്തിരുന്ന ജനങ്ങളടക്കം ഇപ്പോൾ പാടിങ്ങോട്ട് മാറി. അത് ആമുൽ വുഫൂദാണ്. ഹിജ്റ 9-ാം വർഷം. ഞാനിവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് ഒരൊറ്റ വാക്കാണ്. മനുഷ്യന്റെ മനസ്സ് കരീഷിൽ ഫലാത്തി, മരുഭൂമിയിലെ തൂവൽ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ ഈ മരുഭൂമിയിലെ തൂവലിനോട് ഉപമിക്കാൻ കാരണം? മരുഭൂമിയിലെ തൂവൽ എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സ് മരുഭൂമിയിലെ തൂവൽ പോലെയാ എന്ന് പുണ്യ റസൂൽ. ഇങ്ങോട്ട് നോക്ക്. എന്താണ് നമ്മുടെ ബാധ്യത? മാധ്യമങ്ങളെ ചീത്ത പറയല്ല. മാധ്യമങ്ങളെ എന്തിനാ ചീത്ത പറയുന്നത്? ഇതൊരു കുപ്പിയാണ്. ഇതിനെ ചീത്ത പറയേണ്ടതില്ല, പ്രശംസിക്കേണ്ടതുമില്ല. ഇതിൽ എന്തേ ഉള്ളൂ? ഇതിൽ ഏത് പാനീയങ്ങളെയും സൂക്ഷിക്കാവുന്ന ഒരു രീതിയിൽ ഇത് സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടന്റും അള്ളാഹു നൽകി, ആസൂത്രണത്തിന്റെ ബുദ്ധിയും അള്ളാഹു നൽകി. ഇനി മനുഷ്യൻ ഇതിൽ 2 കാര്യം ചെയ്യും. ഇതിൽ വെള്ളമാക്കിയാൽ മനുഷ്യന്മാർക്ക് ഇതൊരു മാധ്യമമാണ്. ഇത് കുപ്പി പൊട്ടിച്ചിട്ട് മനുഷ്യന്മാർക്ക് ഇത് തുറന്നിട്ട് വെള്ളം കുടിക്കാം.
ഇതില് ജോണി വാക്കറാക്കി. എനിക്കാകെ കിട്ടുന്നൊരു കള്ളിൻ്റെ പേര് അതേ ഉള്ളൂ എന്നതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഇതിൽ ജോണി വാക്കറാക്കിയാൽ അത് കുടിക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? കൃതി അല്ലെങ്കിൽ വികൃതി ഒരു നിലക്ക് മനുഷ്യ മനസ്സ് കുട്ടിച്ചാത്തനാണ്. കൃതി കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വികൃതി കാണിക്കാതിരിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ ഇതിനെ മാധ്യമങ്ങളെ എന്തിനാ ആക്ഷേപിക്കുന്നത്? ഇതിനെ നന്മക്ക് ഉപയോഗപ്പെടുത്താൻ മനുഷ്യ മനസ്സിനെ പാകപ്പെടുത്തിയാൽ മതി. നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജിയെയോ മൊബൈലിനെയോ ഒന്നും കുറ്റം പറയണ്ട. ഇതൊക്കെ അല്ലാഹു മനുഷ്യർക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അത് അന്ത്യനാളിൽ നമുക്ക് അല്ലാഹു തുറന്നു തന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇതൊരു പരീക്ഷണമാണ്. എന്ത് പരീക്ഷണം? മാധ്യമങ്ങളെ മനുഷ്യർ എന്നും ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതായത് വലിയ വലിയ കുതിരകളെ വാങ്ങിക്കൊണ്ടുവന്ന പ്രഭുക്കൾ ജനങ്ങളുടെ മധ്യത്തിൽ കുതിരപ്പുറത്ത് ഇങ്ങനെ ഒഴുകും. ഈ കുതിരപ്പുറത്ത് ഒഴുകുന്ന പ്രഭുക്കളെ ജനങ്ങൾ ദിവ്യത്വം കൽപ്പിച്ച് ആരാധിക്കും. അക്കാലത്താണ് സുലൈമാൻ വന്നത്. സയ്യിദുനാ സുലൈമാൻ. അതിനേക്കാൾ വലിയ കർമ്മം സുലൈമാൻ കാണിച്ചു. സുലൈമാന്റെ മാധ്യമം കുതിരയുമല്ല, കാറ്റാണ്. തനിക്ക് വഴിപ്പെടാൻ വന്നവരോട് പറഞ്ഞു, വഴിപ്പെടേണ്ടത് എനിക്കല്ല, അള്ളാഹുവിന്. ഈ ഒരു ബാധ്യതയാണ് സത്യത്തിൽ പ്രബോധകന്റെ ബാധ്യത. ബസ് പ്രഭാഷണത്തിന്റെ നട്ടെല്ല് അവസാനിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ ബാധ്യത. പ്രബോധകന്റെ ബാധ്യത ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ അനുഗ്രഹങ്ങൾ എവിടെ? കുടിൽ വ്യവസായം പോലെ ചികിത്സകൾ കൊണ്ടുവന്ന് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന കാലത്ത് ഈസ വന്നു. ഈസ എന്ത് ചെയ്തു? ഈസ മാത്രമല്ല, ഈസായുടെ ശിഷ്യന്മാർ, മഹാനായ മത്തായി റളിയല്ലാഹു അൻഹു ഈസായുടെ ശിഷ്യനാണ്. കൂട്ടത്തിൽ പറയട്ടെ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളിൽ പറയപ്പെട്ട ഇവരൊന്നും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ പേരിലൊന്നും ഇങ്ങനെ സുവിശേഷങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. മത്തായി വഫാത്തായിട്ട് റളിയല്ലാഹു അൻഹു അദ്ദേഹം മിൻ തലാമീദി ഈസാ നബിയുടെ ശിഷ്യനാണ്. അദ്ദേഹം വഫാത്തായിട്ട് 130 വർഷം കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ സുവിശേഷം വന്നിട്ടുള്ളത്. കൂട്ടത്തിൽ പറയട്ടെ. പക്ഷെ മത്ത വലിയ മഹാനായിരുന്നു. ബുത്രുസ്, പത്രോസ്. യാസീനിൽ പറയപ്പെടുന്ന രണ്ടാൾ മത്തായിയും ബുത്രുസുമാണെന്നാണ് പ്രധാന അഭിപ്രായം. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅൽ മുർസലൂൻ ഇദ് അർസൽനാ ഇലൈഹി മുസ്നൈൻ. ഇത് ബുത്രുസും മത്തായിയുമാണ് റളിയല്ലാഹു അൻഹു. മത്തായിക്ക് വേറെയും പ്രത്യേകതയുണ്ട്. മത്തായിയാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ഉസ്താദ് റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ല? അസ്ഹാബുൽ കഹ്ഫിനെ അറിയില്ലേ? ഖുർആനിലെ ഏറ്റവും അത്ഭുതകരമായ കഥ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, അയ്യു ഖിസ്സത്തിൻ അഅജബു ഖസസിൽ ഖുർആൻ. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖിസ്സത്തു അസ്ഹാബിൽ കഹ്ഫി. ഖുർആൻ പറഞ്ഞ ആശ്ചര്യജനകമായ കഥകളിലെ ഏറ്റവും വലിയ കഥ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയാണെന്ന്. ഈ കഥയിലും അവിടെ പറയപ്പെടുന്ന അസ്ഹാബുൽ കഹ്ഫിൽ 6 ആളുകൾ രാജകുടുംബാംഗങ്ങളാണ്. അവർ ഒരു സത്രത്തിൽ റമ്മി കളിക്കാൻ വേണ്ടി വന്നിരുന്നു. ആ സത്രത്തിൽ കയറി അവരെ കൗതുകപ്പെടുത്തി അവരെ തന്നിലേക്ക് ആകർഷിച്ച് നന്മയിലേക്ക് കൊണ്ടുവന്നു മത്തായി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ മഹാനാണ്. ഈസാ നബിയുടെ തിൽമീദിൽപ്പെട്ട ആളാണ് മഹാനായ സയ്യിദുനാ മത്തായി. ഈസാ നബിയുടെ ഹവാരിയങ്ങളിൽ ആദ്യത്തെ ആൾ പത്രോസാണ് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ പറഞ്ഞുകൊണ്ടുവരുന്നത്? ഈസാ നബിയും ഈസാ നബിയുടെ ശിഷ്യന്മാരും എന്ത് ചെയ്യും? എത്ര വലിയ രോഗവും സുഖപ്പെടുത്തും. അക്കാലത്ത് വലിയ രോഗം പടർന്നു പിടിച്ചിരുന്നു. ആ കാലത്താണ് സയ്യിദുനാ ഈസായും ഈസാ നബിയുടെ ശിഷ്യന്മാരും അവർ വരുന്നത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിദ്യയെ വശപ്പെടുത്തി കൊടുത്തു. ഏത് രോഗവും സുഖപ്പെടുത്താനുള്ള ഒരു സൗകര്യം അല്ലാഹു അവർക്ക് അങ്ങോട്ട് നൽകി. അപ്പോൾ അവരെന്ത് ചെയ്യും? ജ്യോത്സ്യന്മാർ പണം പിടുങ്ങുകയും പെണ്ണിന്റെ മാനം കവരുകയും ജനങ്ങളെ തനിക്ക് സുജൂദ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്ന ഘട്ടത്തിൽ ഈസ വന്നു. സയ്യിദുനാ ഈസ
അലൈഹിസ്സലാം ഇതേ മാധ്യമം ഉപയോഗപ്പെടുത്തി ഈസ എന്താ ചെയ്തത്? അള്ളാഹുവിലേക്ക് കൊണ്ടുവന്നു ജനങ്ങളെ മൊത്തം. അതേ മാധ്യമം തന്നെയാണ് പിന്നെ പത്രോസ് ഉപയോഗപ്പെടുത്തിയത്, മത്തായിയും. ഇവരിൽ നിന്ന് ഈ യാസീന്റെ തഫ്സീറിൽ കാണാം, ഇവരിൽ നിന്ന് ആകൃഷ്ടനായ ആളാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. മത്തായിയെയും പത്രോസിനെയും മരുഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്, അന്താക്കയുടെ പുറത്ത്. ഈ ഹബീബുൻ നജ്ജാറിന് 24 വയസ്സായ ഒരു മോനുണ്ടായിരുന്നു. ആ മോൻ തീരെ സംസാരിക്കില്ല, എണീറ്റ് നടക്കാൻ കഴിയില്ല. ഈ കുട്ടിയെ പൊടുന്നനെ രോഗം മാറ്റി പ്രാർത്ഥിച്ചും ശരീരത്തിൽ തൊട്ടും രോഗം മാറ്റി സയ്യിദുനാ മത്താ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. മാധ്യമങ്ങളെ ഒരിക്കലും ആക്ഷേപിക്കേണ്ടതില്ല. അതിനെ അള്ളാഹു മനുഷ്യന് നൽകിയ നിഅമത്താണ്. ഈ നിഅമത്ത് നല്ല മനുഷ്യരുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇവിടെ ധർമ്മം സ്ഥാപിക്കപ്പെടും. മോശപ്പെട്ടവരാകട്ടെ അതുവഴി മോശത്തിലേക്ക് പോകും. പാട്ട് പോലെ ഒരു മാധ്യമല്ല, എന്തോ ഒരു മാധ്യമമാണ് പാട്ട്. പക്ഷേ എൻ്റെ അവസ്ഥ, എനിക്ക് യേശുദാസിൻ്റെ സ്വരമൊക്കെ കാണുമ്പോൾ തോന്നിപ്പോവും, ഇയാളെങ്ങാനും ഒരു ഖുർആൻ പഠിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഓട്ട്, ശബ്ദത്തിൻ്റെ സൗന്ദര്യം എന്താ. ചിന്തിക്ക്, എന്തൊരു സൗന്ദര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ സത്യത്തിൽ അതിൻ്റെ സാഹിത്യം വിശദീകരിക്കേണ്ടത് എന്നെപ്പോലത്തെ സാഹിത്യബോധമില്ലാത്ത ആളുകളല്ല, ചുരുങ്ങിയത് MT വാസുദേവൻ നായരാണ്. കാരണം ഖുർആനിൽ നിസ്കാരത്തിൻ്റെ ആയത്ത് വളരെ കുറവാണ്, നോമ്പിൻ്റെ ആയത്ത് വളരെ കുറവാണ്, ഹജ്ജിൻ്റെ ആയത്ത് വളരെ കുറവാണ്. നാളെ വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ചക്ക് വേണ്ടി ഖുർആനിലുള്ളത് ഒരായത്താണ്. ആകെ യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രിൽ. ഒറ്റായിട്ട്. എന്നാൽ പ്രകൃതി, വനം, വൃക്ഷങ്ങൾ, താരകങ്ങൾ, ആകാശ നക്ഷത്ര പിടാരങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, മാമലകൾ, ഷഡ്പടങ്ങൾ, തേനീച്ച, ഉറുമ്പിൻ കൂട്ടം, എന്തൊക്കെയാ പൊടിക്കാറ്റ്, മരുഭൂമി, ഇതൊക്കെയാ. ഇതെല്ലാം വിശദീകരിക്കണമെങ്കിൽ സാഹിത്യം നല്ല ഒരു മാധ്യമം, പക്ഷേ അതൊരിക്കലും നമ്മളെ കയ്യിൽ കിട്ടിയില്ല. ഇനി കിട്ടിയാലുള്ള പ്രശ്നം എന്താ? ഒരു വിവരമുള്ളവൻ നമ്മളെ ഒരു സാഹിത്യ ലേഖനം വായിച്ചാൽ 2 വരി വായിച്ചാൽ അവിടെ വെക്കും. എന്തുകൊണ്ട്? അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ കഴിയാത്ത കൂട്ടരാണ് നമ്മൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ ചിന്തിക്കണം. നമ്മൾ വിവരമുള്ള ആളുകൾ ഒന്ന് വായിക്കണമെങ്കിൽ ഒന്ന് അതിൻ്റെ ഗ്രാമർ യോജിക്കണം, അതിൻ്റെ ഭാഷ ശുദ്ധമായിരിക്കണം. നമ്മളെ കയ്യിൽ വിഷയമുണ്ട്, ആശയമുണ്ട്, പക്ഷെ ഭാഷ ഇല്ല. ഭാഷയുള്ളവർക്കോ ആശയമില്ല. ചിന്തിക്കും. ഞാൻ ഇന്നൊരു പുസ്തകം വായിക്കാൻ എടുത്തിട്ട് 2 വരി വായിച്ചപ്പോഴത്തേന് മനസ്സ് മടുത്തു. എന്തുകൊണ്ട്? താന്ന് എഴുതേണ്ട സ്ഥലത്ത് താന്ന് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ താന്ന് എഴുതേണ്ടടുത്ത് താന്ന് എഴുതും, ചിലപ്പോൾ താന്ന് എഴുതേണ്ടടുത്ത് താന്ന് എഴുതും. അതോടുകൂടെ അത് എഴുതിയവൻ നമുക്ക് മനസ്സിലാവും. സത്യത്തിൽ പ്രൂഫ് റീഡറുടെ കുഴപ്പമായിരിക്കും, പക്ഷെ ആ പുസ്തകം വായിക്കാൻ പിന്നെ കഴിയില്ല. ചിന്തിക്ക്. ഭാഷയുള്ളവന് ആശയമില്ല, ആശയമുള്ളവനോ ഭാഷയില്ല. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യന് ഏറ്റവും വലിയ ഭാഷയും നൽകി, ഏറ്റവും വലിയ ആശയവും നൽകി. രണ്ടും ആശയത്തെ കൊണ്ട് ഭാഷയെ ഇങ്ങോട്ട് പൊതിഞ്ഞ് എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ മനോഹരമായി. പുണ്യ മുഹമ്മദ് ഉറക്കപ്പറ. പുണ്യ മുഹമ്മദ് നല്ല വിഷയമൊക്കെ പറയും, പക്ഷേ കുറെ ബെറ്റിലൊക്കെ തിന്നിട്ട് ഇതിലൊക്കെ ഇങ്ങനെ ഒൽപ്പിച്ചിട്ട് നമ്മളെ മലപ്പുറത്തെ ഭാഷയിലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തിൻ്റെ പ്രവാചകനാകാൻ മുത്തുനബി കഴിയൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്ക്. ഞാൻ മലപ്പുറത്തെ ഭാഷ എന്ന് പറഞ്ഞത് നമ്മളെപ്പറ്റി പൊതുവെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷയെ മോശമാക്കി സംസാരിക്കുന്ന കൂട്ടം നമ്മളാണെന്നാണ് ധാരണ. എനിക്ക് മലപ്പുറത്തും കോഴിക്കോട്ടും 2 കുടുംബമുണ്ട്. എൻ്റെ കോഴിക്കോട്ടെ കുടുംബക്കാർ ചിലപ്പോൾ എന്നെ ആക്ഷേപിക്കും. എവിടെയെങ്കിലും നമ്മൾ അവരൊരു വീഴ്ച കണ്ടുപിടിച്ചാൽ പറയും, നിങ്ങൾ ഇജ്ജി നജ്ജി എന്ന് പറയുന്ന ആളുകളല്ലേ. കഴിഞ്ഞ് പിന്നെ നമുക്ക് മിണ്ടാടാൻ കഴിയില്ല.
അങ്ങനെയാണ്. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ചില കാര്യത്തിന് അവരെ പിടികൂടിയാൽ അവർ തിരിച്ച് നമ്മളെ പിന്നെ അവർക്ക് മിണ്ടാൻ കഴിയില്ല, പിന്നെ പറയാനില്ല, ഒന്നും അവിടെ വാക്കില്ല. നിങ്ങൾ ചിന്തിക്കും, പുണ്യ മുഹമ്മദ് മുസ്തഫ ഒരു തീസീസ് എഴുതേണ്ട കാര്യം ഇത്ര പറയും: അസ്സിന യൂരിസുൽ ഫഖർ, വ്യഭിചാരം ദാരിദ്ര്യത്തെ കൊണ്ടുവരും. കഴിഞ്ഞ് 5 മണിക്കൂർ പ്രഭാഷണമല്ല, കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ പോലും സാമ്പത്തിക മാന്ദ്യത്തിന്റെ ബേസ് ആ ഹദീസ. അസ്സിന യൂരിസുൽ ഫഖർ, വ്യഭിചാരമുണ്ടോ ദാരിദ്ര്യമുണ്ടാകും. പുണ്യ റസൂൽ. മുടുക്ക് മനുഷ്യന് ദാരിദ്ര്യം ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. വ്യഭിചാരം കൊണ്ട് നരകം കിട്ടുമെന്ന് പറഞ്ഞാലും അത് അവിടെ പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് മനുഷ്യൻ ധരിക്കും. ഭയങ്കര വിളവ നബി കാണിക്കുന്നു. ഭയങ്കര വിളവ. പക്ഷേ ഇപ്പൊ പൈസ ഇല്ലാതാവും പറഞ്ഞാൽ സഹിക്കാൻ മനുഷ്യന് കഴിയൂല. മറ്റത് അവിടെയല്ലേ, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി അതും ഉണ്ടാവും എന്ന് അങ്ങനെ ചിലപ്പോൾ അങ്ങനെയും ചിന്തിക്കും. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ഭയങ്കര വാക്കല്ലേ അസ്സിനായൂരിസുൽ ഫഖർ. ഇത്രയേ ഉള്ളൂ. പുണ്യ മുഹമ്മദ് മുസ്തഫ നോക്ക്, എന്തൊരു ഭാഷയാ, എന്തൊരു മനോഹരമായ ഭാഷയാ. പിന്നെ ഇനി ആയത്തോ, ആയത്തിന്റെ ശൈലി തന്നെ നിങ്ങൾ കണ്ടില്ലേ? മക്കക്കാർക്ക് മുന്നിൽ കടിച്ചാ പൊട്ടാത്ത ആയത്ത്. കാരണം അവർ ഭയങ്കര അഹങ്കാരികളാണ്. ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാർ ഞങ്ങളാണെന്ന, എല്ലാ വലിയ സാഹിത്യം എന്ന മാധ്യമത്തിൻ്റെ ഏറ്റവും വലിയ സോപാനത്തിലെ ചക്രവർത്തികൾ ഞങ്ങളാണെന്ന അഹങ്കാര നാട്യത്തിലുള്ളവർക്ക് മുന്നിലുള്ള ആയത്തിൻ്റെ ശൈലിയല്ല മദീന കർഷകരുടെ മുന്നിലെ ആയത്തിൻ്റെ ശൈലി. ഊതിത്തരാം. والنازعات غرقا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا فالمدبرات أمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة فإذا هم بالساهرة. ഇത് അവർക്ക് തന്നെ പിടുത്തം കിട്ടൂല, അന്തിച്ചു നിന്ന് പോവാ. الحاقة ما الحاقة وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام. الحاقة ما الحاقة سخرها عليهم فأما عاد فأهلكوا بريح صرصر عاتية. ശബ്ദത്തെ കൊണ്ടുവന്നിട്ട് പദ സൃഷ്ടിപ്പ, പദമല്ല, സ്വർ ചീറിയടിച്ച കാറ്റ, സ്വർ പ്ലസ് സ്വറ, അതാ സ്വർ. നിങ്ങൾ ചിന്തിക്ക്, കാറ്റ് നിർബാധം വരിക, അപ്പോൾ നിർത്താത്ത കാറ്റ, കുളിരും കൊണ്ടുവരുന്ന അതിശക്തമായ ശൈത്യമുള്ള കാറ്റ. ആ കാറ്റിനെ ശബ്ദം കൊണ്ട് പദത്തെ സൃഷ്ടിച്ചിരിക്കുക. സത്യത്തിൽ സ്വർ എന്നത് ചീറിയടിക്കുന്ന കാറ്റിൻ്റെ സ്വരാണ്, സ്വരത്തെ ഭാഷയാക്കിയതാണ്. എന്നാലോ ഇനി ആ മദീനത്തെ ആയത്ത് പറയാ: യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം كما كتب على الذين من قبلكم لعلكم تتقون. പാവങ്ങളാ, ഈത്തപ്പനക്ക് പണിയെടുക്കും. പിന്നെയോ
മദീന അങ്ങാടിയിൽ ചെരുപ്പ് കുത്തും, വെള്ളം കോരും, ജൂത വീട്ടിൽ പണിയെടുക്കും. വലിയ സാഹിത്യത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടമെണ്ണം അവർക്ക് ഇല്ല. ഏകദേശ പാവം. അവർക്ക് ഭാഷ അങ്ങോട്ട് കൊടുത്തു, അതിൻ്റെ മനോഹരമായ ആശയവും. നോക്കൂ നിങ്ങൾ, മാധ്യമങ്ങളെ പ്രദേശത്തിൻ്റെയും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാധ്യമങ്ങളെ പരിശുദ്ധ ഖുർആൻ തന്നെ വ്യത്യാസപ്പെടുത്തിയതായി വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പം നമ്മൾ ഇന്നത്തെ കാലത്തെ പ്രബോധകനെ ഇതറിയുക എന്നത് നിർബന്ധമാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മളെ കുട്ടികളെ ഇതൊക്കെ മോശമായി ഉപയോഗിക്കുന്നു എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട് കുട്ടി പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് അധ്യാപകന് പറയാൻ അവകാശമില്ല. എന്തുകൊണ്ട്? അധ്യാപകൻ യഥാർത്ഥ അധ്യാപകനായാൽ കുട്ടി പറഞ്ഞത് കേട്ടിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ അധ്യാപകന്റെ മുന്നിൽ മനുഷ്യർ മെയ്വഴക്കം പോലെ നിന്ന് കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ കുട്ടികൾ ടെക്നോളജിയിലെ പുതിയ വേർഷൻസിനെ, അല്ലെങ്കിൽ എന്താ പറയുക, യൂട്യൂബിനെ, അല്ലെങ്കിൽ എന്താ പറയുക, വാട്സപ്പിനെ മോശമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അടിസ്ഥാനപരമായി സംഭവിച്ചത് ധർമ്മം സമൂഹത്തിൽ ചെലവഴിക്കേണ്ട എന്നെപ്പോലെയുള്ള ആളുകൾ ആധുനികതയുടെ ചുവരെഴുത്ത് വായിച്ച് ആ രൂപത്തിൽ പ്രതികരിക്കേണ്ടിടത്ത് പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അത് പരിഹരിക്കാൻ വേണ്ടത്. ഇനി അതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ TV തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. അത് കാര്യമില്ല, അതിൽ പിന്നെ കാര്യമില്ല. അത് ഒരു പരിധി വരെ പറയാം. ഇപ്പോൾ അത് പറയുന്ന അവസ്ഥ കഴിഞ്ഞ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ജർമ്മൻ പിടിച്ചടക്കാൻ വേണ്ടി വന്നപ്പോൾ ജർമ്മൻ പത്രങ്ങൾ ചെകുത്താനോട് ഉപമിച്ചുകൊണ്ട് നെപ്പോളിയനെ കുറിച്ച് എഴുതിയതായി ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം ഫ്രാങ്ക്ഫർട്ട് പിടിച്ചടക്കി നെപ്പോളിയൻ. അപ്പോൾ പിന്നെ ജർമ്മൻ പത്രങ്ങൾ എഴുതിയത് ഇതാ ദൈവദൂതൻ പടിവാതിൽക്കൽ എന്നാണ്. മനസ്സിലായില്ല? അങ്ങനെ തന്നെയാ വേണ്ടത്. എന്തുകൊണ്ട്? അപ്പോൾ പിന്നെ അവിടെ നിന്ന് ആ സമൂഹത്തിൽ എങ്ങനെയെങ്കിലും നെപ്പോളിയനെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുക എന്നതാണ് അവിടെ ചെയ്യേണ്ട ഉത്തരവാദിത്വം. എങ്ങനെ അയാളെ നന്നാക്കിയെടുക്കാൻ കഴിയുമെന്നതാണ്. നമ്മൾ വെറുതെ ആക്ഷേപം ചൊരിഞ്ഞിട്ട് ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ വളരെ ചിന്തിക്കണം. ഇവിടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് പിശാചിന് സ്വരം, ആൾക്കൂട്ടം, ഇതെല്ലാം പിശാചിന്റെ മാധ്യമങ്ങളാണ്. എപ്പോഴും അവൻ അതിൽ കയറാൻ ശ്രമിക്കും. പ്രബോധകന്മാർ ഇന്റലിജന്റ് ആവണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ ആ ഒരൊറ്റ ആയത്തും കൂടി ഓതി അവസാനിപ്പിക്കാം. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, തെറ്റായി മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഏറ്റവും മോശപ്പെട്ടവർ മാപ്പിള സമൂഹമാണ് എന്നത് കേരളത്തിൽ വേദനാജനകമാണ്. അള്ളാഹു കാക്കട്ടെ. എനിക്ക് ഒരു കാര്യം പറയാം. കള്ളന്മാർ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുന്ന കാലം, കുറ്റവാളികൾ രക്ഷപ്പെടുന്ന കാലം ഇന്നത്തെ കാലമാണ്. എന്തുകൊണ്ട്? പഴയ കാലത്ത് കുറ്റങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയും. ഇന്ന് കുറ്റങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയൂല. ഞാൻ പറഞ്ഞുതരാം. പഴയ കാലത്തെ കുറ്റം എന്താ? കള്ളുകൂടി. നാട്ടിലൊരു കള്ളുകൂടിയൻ ഉണ്ടായാൽ പിറ്റേ വെള്ളിയാഴ്ച മുസ്ലിംക്ക് വന്നിട്ട് മെഹ്റാബിലെ നിന്നിട്ട് നല്ലൊരു വയലാട് പറയുക. കള്ളുടിയെ പറ്റി വയലാട് പറഞ്ഞാൽ മിന്നൽ ഒഴൂൻ, കണ്ണൊക്കെ ഒലിപ്പിച്ച് ഏകദേശം ആളുകൾ ഇത് പാടില്ല എന്ന് വിചാരിക്കും. കള്ളുകൂടി തന്നെ മനസാന്തരം ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. മാന്യമായി പറയാം. കാരണം കള്ളുകുടി എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ലോകത്ത് എന്ന് വെള്ളം കൂടി തുടങ്ങിയിട്ടുണ്ടോ? അക്കാലത്ത് കള്ളുകുടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പുറത്ത് പറയണ്ട, ഇതൊക്കെ സ്വകാര്യം. ഇത് തെറ്റല്ല എന്നല്ല, അത് പറയുമ്പോൾ ഒരു സുഖമുണ്ട്. ഉമ്മാടെ അടുത്ത് വികാരവും കൊണ്ട് പോകരുത് എന്ന് എങ്ങനെ പറയാ? കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കൗൺസിലറുടെ അടുത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരു കൗൺസിലിംഗ് നടത്തുന്നവർ, മനസ്സിലായില്ലേ? അയാൾ ആ സദസ്സിൽ ഇങ്ങനെ പ്രസംഗിച്ചു. മുടക്ക് നമ്മളൊരു പൊതുവേദി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു അങ്ങാടി പ്രസംഗത്തിന് പറ്റൂല. ചിന്തിക്കണം. ഞാൻ മനസ്സിനെ, നമ്മുടെ സമൂഹത്തിൻ്റെ നിലവാരം വായിക്കാൻ. അയാൾ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന ഒരു കേസ്, അയാൾ പറയാണ്,
ഒരു ഉമ്മാക്ക് നേരം വെളുത്തപ്പോൾ മിണ്ടാട്ടല്ല, മിണ്ടുന്നില്ല. തുറച്ചു നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും, മിണ്ടൂല. കോഴിക്കോട് ജില്ലയിലെ ഒരു ഉമ്മ, സ്ഥലം ഞാൻ പറയൂല, ഒരു ഉമ്മ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ അയാളുടെ അടുത്ത് പല ഡോക്ടർമാരടുത്തും കൊണ്ടുപോയിട്ടും രോഗം മാറിയില്ല. അങ്ങനെ അയാളുടെ ഈ പെണ്ണിൻ്റെ, ഈ സ്ത്രീയുടെ ആങ്ങളെ അടക്കം ഇയാളടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇയാൾ പല ശ്രമിച്ചിട്ടും ഈ സ്ത്രീക്ക് വായി കിട്ടുന്നില്ല, മിണ്ടാതെ തുറച്ചു നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അന്വേഷിച്ചു ഇവിടെ ആരൊക്കെ താമസം വരെ കൂടെ. അപ്പോൾ പറഞ്ഞ ഒരു മോനും ഉണ്ട്, ഉമ്മയുണ്ട്, ബാപ്പ ഗൾഫിലാണ്. അപ്പോൾ ഇയാൾ പിന്നെ തൽക്കാലം പറഞ്ഞയച്ചു, നമുക്ക് അടുത്തൊരു സിറ്റിങ് ചെയ്യാം, ഞാനൊന്നും കൂടി പഠിക്കട്ടെ. അങ്ങനെ ഇയാൾ എന്ത് ചെയ്ത്, ഇയാളെ മോനെ ചങ്ങാത്തം കെട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ഇയാളെ മോൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ, ഒരു സ്കൂളിൽ പഠിക്കുന്ന മോന, +2 പഠിക്കുന്ന മോന, അതിൻ്റെ പരിസരത്ത് ഇയാൾ പോയി കാത്തുനിന്ന്. അങ്ങനെ മോൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ അവനെ കൂടെ കൂട്ടി ഒരു കഫേയിൽ പോയി ഇരുന്ന് സംസാരിച്ച്, അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് വില്ലൻ ഇവനാണെന്ന് കണ്ടുപിടിച്ച്. എന്താ വില്ലത്തരം പറയാൻ പറ്റില്ല. മുത്ത റസൂൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റജുലുൻ ലയഅതി ബിശഹവതിഹി അലാ ഉമ്മിഹി. ഒരാൾ തൻ്റെ വികാരം പൂർത്തീകരിക്കാൻ ഉമ്മാടെ അടുത്ത് പോകുന്ന കാലം വരും. അന്ന് നിങ്ങൾ ദജ്ജാലിനെ പ്രതീക്ഷിക്കണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ ഉമ്മയും മോനും, +2 പഠിക്കുന്ന മോനും ഉമ്മയും മാത്രം താമസിക്കുന്ന വീട്, ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വാതിൽ നിന്ന് എല്ലാ അഭിശബ്ദമായ സെക്സിനും വഴിപ്പെട്ടു പോയ കുഞ്ഞുമോൻ വീട്ടിൽ വന്നപ്പോൾ ഒരു ദിവസം അവനങ്ങനെ തോന്നിപ്പോയി. അവൻ ഉമ്മയെ അന്യൊരു പെണ്ണിനെ പോലെ നോക്കേണ്ട, ഉമ്മയുടെ മേൽ എന്തോ അരുതായ്മ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായി. ഉമ്മക്കത് അചിന്തനീയായിരുന്നു. ശബ്ദം കൊണ്ട് പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ഹദീസ് ഞാൻ പഠിക്കുന്നത് 1984 ഈ ഹദീസ് പഠിക്കുന്നത്. അന്ന് ദർസ് ഹാളിൽ ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട്. ഉസ്താദ് ഇത് പഠിപ്പിച്ച് പോയി. അപ്പോൾ പിന്നെ ഞങ്ങളിരുന്ന് ഇങ്ങനെ പഠിച്ചത് ഇങ്ങനെ ഓതി പഠിക്കുന്നതിനിടയിൽ ഞങ്ങൾ മുതിർന്ന കുട്ടികൾ ചോദിച്ച് തമ്മിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉമ്മായുടെ അടുത്ത് വികാരം പൂർത്തീകരിക്കാൻ ഒരുമ്പെടുന്ന മക്കൾ ഉണ്ടാകാൻ ഇനി എത്ര കാലം വേണ്ടി വരും? അന്ന് ഞങ്ങളെ കൂട്ടത്തിൽ കടവത്തൂർക്കാരൻ ഉസൈം മുസ്ലിയാർ എന്നൊരാളുണ്ടായിരുന്നു. അയാളാണ് ഞങ്ങളെ കൂട്ടത്തിലെ മുതിർന്ന ആൾ. അയാൾ പറഞ്ഞ് അതിന് റഹ്മത്തുള്ള ചുരുങ്ങിയത് ഒരു 500 കൊല്ലെങ്കിലും വേണ്ടി വരും എന്ന്. ഇന്ന് ഇത്തരം അനവധി കേസ് എനിക്കറിയാം. അനവധി കേസ് പറയാൻ പറ്റില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അനവധി. ടി.പി. ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടം തലശ്ശേരി മുതൽ കൊയിലാണ്ടി വരെയുള്ള എല്ലാ ഫോണുകളും പരിശോധിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ. അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചന്ദ്രശേഖരൻ്റെ കൊലയാളികളെ കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ തലശ്ശേരി മുതൽ കൊയിലാണ്ടി വരെയും കോസ്റ്റൽ ഏരിയ മുതൽ നാദാപുരം കല്ലാച്ചി വരെയും ഉള്ള ഏകദേശം ഫോണുകളൊക്കെ പരിശോധിക്കാൻ തീരുമാനിച്ചു. ദീർഘമായ ഒരു പരിശോധനയിലും അവർക്ക് കൊലയാളികളെപ്പറ്റി വേണ്ടത്ര വിവരമൊന്നും കിട്ടിയില്ല. കാരണം കൊലയാളികൾ അത്ര സമർത്ഥരായിരുന്നു. പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞ്, ഗ്രാസ് റൂട്ടിൽ നിങ്ങൾ പണിയെടുക്കണം, വയല് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് കിട്ടിയ ഫോൺ കോളുകൾ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഫോൺ കോളിൽ 25% ഞങ്ങൾ പുറത്തുവിട്ടാൽ അത്തരം ഏരിയയിലെ മുസ്ലിം വീടുകളിൽ 1000കണക്കിന് തൊലാഖുകൾ സംഭവിക്കും. ഇതിൻ്റെ ബാക്കി എനിക്ക് പറയാൻ കഴിയില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വിഷയം മനസ്സിലായല്ലോ. രാത്രി 9 മണി പുലർച്ചെ 4 മണിയുടെ ഇടയിൽ വാട്സപ്പിനെയും ഫോണിനെയും മൊബൈലിനെയും ദുരുപയോഗം ചെയ്തതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു കൊണ്ടുവന്നത് നമ്മളുടെ സമൂഹം നമ്മളിങ്ങനെ ഉപരിപ്ലവമായ പണി പലതും എടുക്കുന്നുണ്ട്. വളനെമ്പാടും ആളുണ്ട്,
വഅലിനെമ്പാടും ആള് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ നന്നായി എന്നാണ്. പിറ്റേന്ന് അലീഷ ചിമ്നായി ഡാൻസ് എടുക്കാൻ വേണ്ടി വന്നാൽ അതിനേക്കാൾ ആളുകൾ അതിന് പോകും. ജനങ്ങൾക്ക് കൗതുകമാണ്. ജനങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാക്കണം. വഅല് നടത്തുന്ന അതേ കൂട്ടർ ഗാനമേള നടത്തുന്ന കമ്മിറ്റിയെ എനിക്കറിയും. അവർക്ക് അതാണ് പ്രശ്നം. അവർക്ക് കസേര കൂട്ടിയിടുന്നത് ഇഷ്ടമല്ല. കസേര കൂട്ടിയിടുന്ന കണ്ടാൽ അത് നേരത്തെ ഇടാനൊരു പരിപാടി ഉണ്ടാക്കണം. അതൊന്നിരിക്കൽ വഅല് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഡാൻസ് ഉണ്ടാക്കും, എന്തെങ്കിലും ഗാനമേള ഉണ്ടാക്കും, എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാതെ പറ്റൂല. അത്രേ ഉള്ളൂ. ഈ ആൾക്കൂട്ടൊക്കെ കാണുമ്പോഴത്തേന് അൽമല്ലാക്കോ മസ്ജിദ് മേ സജദേ കി ഇജാസത് നാദാൻ യേ സമജ്താ ഹേ കേ ഇസ്ലാം ഹേ ആസാദ് എന്ന് പറയുന്നുണ്ട് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി. പള്ളിയിലെ സുജൂദിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മുസ്ലിം ലോകം സ്വാതന്ത്ര്യത്തിന്റെ മധുരത്തിലാണെന്ന് മൊല്ലാക്ക ധരിച്ചു പോകുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. പള്ളിയിൽ സുജൂദ് നടക്കുമ്പോഴത്തേന് ആ പാവം വിചാരിക്കുന്നത് നമ്മൾ മുസ്ലിമീങ്ങൾ സ്വതന്ത്രരാണ് എന്ന് ആ പച്ചസാധു ധരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആൾക്കൂട്ടൊക്കെ കാണുമ്പോഴത്തേന് നമ്മൾ വിചാരിക്കേണ്ട, ഗ്രാസ് റൂട്ട് പണിയെടുക്കൽ അത്യാവശ്യമാണ്. ഓരോരുത്തരും അവനവന്റെ താന്താങ്ങളിലേക്ക് മടങ്ങിയിട്ടാ പോവുക. അതുകൊണ്ട് അധ്വാനിക്കൽ വളരെ അത്യാവശ്യമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഫോൺ എന്ന സംവിധാനം തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു ഞങ്ങളുടെ നാട്ടിലില്ല. ആകെ ഉണ്ടായിരുന്നത് വാഴക്കൊല കച്ചവടം നടത്തിയിരുന്ന ഒരു കുഞ്ഞുമമുറുക്കാരുടെ കയ്യിൽ എടക്കരയോടടുത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഒരു ഫോൺ ഉണ്ടായിരുന്നു. അയാൾ ഫോൺ വിളിക്കുന്നത് കാണാൻ വേണ്ടി ഞങ്ങളെ അങ്ങാടി പോകുമ്പോൾ വല്ലിപ്പാടെ കൂടെ പോകുമ്പോൾ അയാൾ ഫോൺ വിളിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും. 6 കിലോമീറ്റർ പോകണം ഒരാൾ ഫോൺ വിളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നീട് ഈ ഫോൺ വിളിയെ കൗതുക രസകരമായി എൻ്റെ യാത്രകളിൽ രാത്രികളിൽ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. എനിക്ക് തോന്നും കുഞ്ഞമ്മർക്കാക്ക ആ റിസീവർ അവിടെ വെച്ചിട്ട് വിളിച്ചാലും കോയമ്പത്തൂർക്ക് കേൾക്കുമായിരിക്കുമല്ലോ എന്ന്. കാരണം ആ ജാതി ഒച്ചയില വിളിക്ക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സ്വകാര്യത്തില് ഒരാൾ ഇങ്ങനെ ആരോട് പറഞ്ഞ് എന്ത് പറഞ്ഞ് അറിയൂല. ഇന്ന് തമ്മിൽ അറിയൂല. നമ്മൾക്ക് ജനീവയിൽ സുഹൃത്തുണ്ടാവും. അയാൾ രാവിലെ അയാൾക്ക് വയറ്റുന്നു പോകാത്തത് നമ്മൾ അറിയും. എന്നാൽ നമ്മളെ അപ്പുറത്തെ കുഞ്ഞമ്മക്ക് മരിച്ച് നമ്മൾ അറിയില്ല. ഇതാണ് നമ്മുടെ ലോകം. ഇതാണ് നമ്മുടെ ലോകം. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ലോകത്തെ എല്ലാ കാര്യവും നമുക്കറിയും, നമ്മളെ സ്വന്തം കാര്യം അറിയൂല. അതായത് അങ്ങനെ പഴയ കാലത്തൊക്കെ ഒരു മനുഷ്യൻ ഒറ്റക്ക്, എനിക്കറിയാം നമ്മളെ പെണ്ണുങ്ങൾ രാത്രി പെണ്ണുങ്ങളെ മൂടക്കുപ്പായിട്ട് ഒരു മഹലിലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അതേ മഹലിലെ ബാപ്പാടെ വീട്ടിലേക്ക് വിരുന്ന് പോകുന്ന പെണ്ണുങ്ങൾ രാത്രി പോകും. നമ്മളെ ഈ വാഹനങ്ങളൊന്നും ഇത്ര കിട്ടാത്ത കാലത്ത് എങ്ങനെ പോവാ? ഒരു മൂടക്കുപ്പായിടും, രാത്രി പോവും, എന്നിട്ട് കൊട പിടിക്കും, ഇങ്ങനെ പോവും. അതേ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മയെന്ന് ഒരു 10-30 കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ പെണ്ണിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ ഞങ്ങൾ ആലോചിക്കും, നമ്മളെ പെണ്ണിന്റെ അവസ്ഥ എന്താ? ഒരു മൊബൈലും പിടിച്ച് ഇങ്ങനെ, തട്ടൊന്നും ഉണ്ടാവില്ല, തട്ടൊക്കെ ഇവിടെ എവിടെയോ ഉണ്ടാവും, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോകും. പഴയ കാലത്ത് ഒരാൾ ഒറ്റയ്ക്ക് ചിരിക്കണ കണ്ടാൽ അയാളെ ഭ്രാന്തെന്നാ പറയാ. ഇപ്പൊ എല്ലാരും ഭ്രാന്തന്മാരാ. അതുകൊണ്ട് പുതിയ ഒരാളെ പറയല്ല. ഞാൻ കാസർഗോഡ് വഴിക്ക് ഒരു പരിപാടിക്ക് പോകുമ്പോൾ 6 ആള് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ട്. 6 ആളും വർത്താനം പറഞ്ഞ് മൊബൈലിൽ ചിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, നിർത്തടാ, ഇതൊന്ന് കാണാം നമുക്ക്. ഒരാൾ ഇങ്ങോട്ടൊക്കെ ചിരിക്കുക, മറ്റോ ഇങ്ങോട്ടൊക്കെ ചിരിക്കുക. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇപ്പം ലണ്ടനിലേക്കായിരിക്കും ചിരിക്കുക, മറ്റോ എളിയപ്പറമ്പിലേക്കായിരിക്കും, മറ്റോ അമേരിക്കയിലായിരിക്കും. ഇവർ തമ്മിൽ അറിയേയില്ല. പഴയ കാലത്ത് ഇങ്ങനത്തെ ആളുകളെ കണ്ട കുതിരവട്ടത്തേരെന്ന് പറയും. ഇന്നെല്ലാം കുതിരവട്ട. മുമ്പ് നെഹ്റു ഭ്രാന്താശുപത്രി കാണാൻ പോയൊരു കഥയുണ്ട്. ഭ്രാന്താശുപത്രി കാണാൻ പോയത്ര പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയപ്പോൾ ഭ്രാന്താശുപത്രിയിൽ വേണ്ടതുപോലെ കൃത്യനിർവഹണം നടക്കുന്നുണ്ടോ, ഉദ്യോഗസ്ഥന്മാർ ഇവരെ പീഡിപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ. അങ്ങനെ ഭ്രാന്തന്മാരെ സെല്ലിന്റെ മുന്നിൽ പോയി നിന്ന് നെഹ്റു പറഞ്ഞ്, ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്, മിന്നൽ പരിശോധനക്ക് വന്നതാണ്, നിങ്ങൾക്ക് മരുന്ന് കിട്ടാത്തതോ പ്രശ്നമുള്ളതോ നേരിട്ട് പറഞ്ഞോളൂ, ഭക്ഷണമല്ലേ കുഴക്കുന്നുണ്ടോ പറഞ്ഞോളൂ, ഞാൻ എല്ലാം പരിഹരിക്കാം, മിന്നൽ പരിശോധനക്ക് വന്നതാണ്. കുറച്ചു നേരം ഭ്രാന്തന്മാരൊന്നും മിണ്ടിയില്ല.
പിന്നെ ഭ്രാന്ത് കുറഞ്ഞ ഒരാൾ പറഞ്ഞത്രേ, എൻ്റെ കാര്യമൊക്കെ സമാധാനമുണ്ട്, ഞങ്ങൾ ജോൺ എഫ് കെന്നഡി എന്ന് പറഞ്ഞുകൊണ്ടാ വന്നത്. ഇജിപ്പോ നെഹ്റു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ജോൺ എഫ് കെന്നഡി എന്ന് പറഞ്ഞാ വന്നത്. ഈ വേഗം ഉള്ളിൽ കയറിയിട്ട് ഒരു 3 ദിവസമെങ്കിലും ഗുളിക കുടിച്ചാൽ സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ എന്നതുപോലെ നമ്മളൊക്കെ ആ ടീമാ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ? അങ്ങനെ ആയിപ്പോയി സമൂഹം. ഈ സമൂഹത്തെ നേരായ വഴി കൊണ്ടുവരണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത് ഒരു ഭാഷ കൊണ്ടോ ഒരു പ്രഭാഷണം കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്ന സംഗതിയല്ല. അണ്ണാരക്കണ്ണനും തന്നാലാവുന്നത്. നമുക്കൊരു നല്ല ശുദ്ധമായ നേതൃത്വമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ഫാറൂഖ് പറഞ്ഞത് വിലപ്പെട്ട വാക്കുകളാണ്. നമ്മുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പാണക്കാട് സയ്യിദ് കുടുംബം, അള്ളാഹുവരുടെ ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ. അവർ നന്മക്കല്ലാതെ ഇന്നുവരെ ഒരു തിന്മയുടെ കൂടെ നിന്നിട്ടില്ല. അള്ളാഹു അവരുടെ കൂടെ മരണം വരെ നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആ ഒരു നേതൃത്വത്തിൻ്റെ പിന്നാലെ നിൽക്കാൻ നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. ലോകത്തെ ഏതൊരു ജനതയെക്കാളും അനുഗ്രഹീതരാണ് നമ്മൾ. ഉദാത്തമായ നേതൃത്വമുള്ളവരാണ്. അള്ളാഹു നമ്മുടെ നേതൃത്വത്തിന് ഇസ്സത്ത് നൽകട്ടെ. എന്തും നമ്മൾക്ക് ചെയ്യാൻ കഴിയും. ഇന്ന് രാവിലെ സുബഹ് നിസ്കരിച്ചത് ഞങ്ങൾ കൂടെ ആ പാണക്കാട്ട്. പിന്നെ ഞാൻ ഹൈദർ ഷിഹാബ് തങ്ങളെ പോയി കണ്ട് റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ കാര്യം കൂടെ പറയാൻ വേണ്ടി ഞാൻ ഇന്ന് സുബഹിക്ക് തങ്ങളെ പോയി കണ്ടിരുന്നു. റോഹിംഗ്യയിൽ നിന്ന്, ബർമ്മയിൽ നിന്ന് 1,30,000-ഓളം അഭയാർത്ഥികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. സഹായം എത്തിക്കുന്നത് കേരളത്തിലെ മുസ്ലിമീങ്ങളാണ്. എന്നാൽ അവർ ജീവിക്കുന്നിടത്ത് മുഴുവൻ മുസ്ലിമീങ്ങളുണ്ട്. സഹായം കേരളത്തിൽ നിന്നാണ് പോകുന്നത്. എന്തുകൊണ്ട്? ബോധമുള്ള മുസ്ലിമീങ്ങൾ കേരളത്തിൽ, നേതൃത്വമുള്ള മുസ്ലിമീങ്ങൾ കേരളത്തിലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു ഈ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് ഈ നേതൃത്വത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. ആരൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും നേരായ വഴിക്ക് തിരിച്ചു വരാൻ അള്ളാഹു അവർക്കൊക്കെ അനുഗ്രഹം ചൊരിയട്ടെ. ഈ രാജ്യത്ത്, നമ്മുടെ ഈ രാജ്യം UAE പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ നേതാവിന് വേണ്ടി ഞങ്ങൾ ഇന്ന് ആ കാര്യം ചർച്ച ചെയ്തിരുന്നു. എൻ്റെ നേതാവിന് വേണ്ടി ഒരൊറ്റ വാക്ക് ഞാനത് പറയുന്നു. ഈ രാജ്യം വളരെ വേദനിക്കുന്ന ഒരു സമയമാണിത്. 45 ശുഹദാക്കൾ നന്മയുടെ മാർഗത്തിൽ ജീവാർപ്പണം ചെയ്ത അമറാത്തികൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചൊരിഞ്ഞു കൊടുക്കട്ടെ. 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 ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഖലീഫക്കും അവരുടെ അനുജൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അടക്കമുള്ള ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് അള്ളാഹു കരുത്തും ഇസ്സത്തും നൽകട്ടെ. ശത്രുവിനെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. അമറാത്തിൻ്റെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. അമറാത്തിൻ്റെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. നമുക്ക് അന്നവും വെള്ളവും എല്ലാം തരുന്നത് കിട്ടുന്നതിൻ്റെ പിന്നിൽ വേണ്ടതൊക്കെ നമുക്ക് ചെയ്തതും നമ്മുടെ മതം ഇത്രയേറെ പഠിപ്പിക്കപ്പെടാൻ നമുക്ക് പണം നൽകിയതും നമ്മളെ കൂടെ നിന്നതും എല്ലാ ജാതി മതസ്ഥർക്കും സൗകര്യത്തിൻ്റെ വാതിൽ തുറന്നതും ഈ നാട്ടിലെ നല്ല മനസ്കരായ അമറാത്തികൾ, അറബികളാണ്. അവരുടെ ഇസ്സത്ത് അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. കേരള ജനത അവരുടെ ദുഃഖത്തിൽ പങ്കുകൊള്ളുന്നു എന്ന് ഈ സാഹചര്യത്തിൽ എൻ്റെ നേതാവിന് വേണ്ടി ഞാനിവിടെ അറിയിക്കുന്നു. സാന്ദർഭികമായി ശുഹദാക്കൾക്ക് വേണ്ടി ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ 2 വാക്കുകൊണ്ട് ദുആ ചെയ്യുന്നതാണെന്ന് തങ്ങളോടുള്ള എൻ്റെ ഒരു സ്വാതന്ത്ര്യം കൊണ്ട്, തങ്ങളുടെ സമ്മതം പ്രത്യേകിച്ച് വാങ്ങാതെ തന്നെ തങ്ങളുടെ അടുത്തുള്ള എൻ്റെ ഒരു സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു. തങ്ങൾ ശുഹദാക്കൾക്ക് വേണ്ടി 2 വാക്ക് പറഞ്ഞെങ്കിലും ഈ സദസ്സിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നതാണ് എന്നറിയിക്കുന്നു. ഞങ്ങൾ ഇന്ന് വളരെ വേദനയോടെ ആ കാര്യം സംസാരിച്ചിരുന്നു. കേരളത്തിലെ പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കും നേതൃത്വത്തിനും UAEക്ക് പറ്റിയിട്ടുള്ള ദുഃഖത്തിൽ അതീവ ദുഃഖം നമ്മളും ഇവിടെ അറിയിക്കുന്നു. അവർക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് കേരളത്തിലും മയ്യത്ത് നിസ്കരിക്കാനുള്ള ആഹ്വാനം ചെയ്യുമെന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി അമറാത്തിൻ്റെ എല്ലാ പ്രശ്നവും അള്ളാഹു പരിഹരിക്കട്ടെ. മുസ്ലിം ലോകത്തെ പ്രയാസങ്ങളും അള്ളാഹു തീർക്കട്ടെ. ടെക്നോളജി നേരായ വഴിക്ക് ഉപയോഗപ്പെടുത്താൻ ഇസ എന്ന ഈ സംവിധാനം വലിയ ഇതൊന്നും മാത്രം പോരാ. ഒരു
ഫുൾ ടൈം ഡെസ്ക്, ഇസ്ലാമിക ഫിഖ്, ഇസ്ലാമിക അഖീദക്ക് എപ്പോൾ ചോദിച്ചാലും മറുപടി പറയുന്ന ലൈവായ ഒരു ഡെസ്ക് സ്ഥാപിക്കാനും ഇസക്കും SKSF-നും കഴിയണം എന്ന വളരെ ചെറിയ ഒരു നിർദ്ദേശവും ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ നേതാവിൻ്റെ മുന്നിൻ്റെ സമ്മതത്തോടെ അറിയിക്കുന്നു. ഒരു ഫുൾ ടൈം പണ്ഡിതന്മാർ കേരളത്തിൽ നിന്ന് നമുക്ക് എല്ലാ ഭാഷ അറിയുന്ന ഹുദവികൾ, വാഫികൾ, നല്ല പണ്ഡിതന്മാരുണ്ട്. അവരെ ഫുൾ ടൈം നിർത്തിയിട്ട് രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ലോകത്തെ ഏത് നാട്ടിൽ നിന്നോ അറബിയിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ ഉറുദുവിലോ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും വിശ്വാസ ഫിഖഹി കാര്യങ്ങളിൽ തത്സമയം മറുപടി കൊടുക്കുന്ന ഒരു ഡെസ്കിന് കൂടി ഈസ സൗകര്യം ചെയ്യണം എന്നും എൻ്റെ ഒരഭിപ്രായം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തങ്ങൾ ഈ സദസ്സിൽ ശുഹദാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നും അറിയിച്ച് വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.